നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടങ്ങിയത് ഇസ്രായേൽ ആണെങ്കിൽ ഇനി യുദ്ധം എപ്പോൾ അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കും. കാരണം ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഓരോ ദിവസവും കൂടുതൽ ശക്തിയോടുകൂടി തന്നെ ഇറാനെ അടിക്കുമ്പോൾ ഒരു തരത്തിലും അടിയറവ് പറയില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുൻപോട്ട് പോവുകയാണ് ഇറാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇറാൻ ഒരു തീക്കളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് തങ്ങളുടെ കൈവശമുള്ള ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിട്ടുള്ള പല രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് മുഖത്ത് നോക്കിയുള്ള അമേരിക്കയോടും ഇസ്രായേലിനോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ് യുദ്ധവിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ വളരെ രഹസ്യമായിട്ടുള്ള ഭൂഗർഭ അറകളിൽ നിന്നുള്ള വീഡിയോ പുറത്തുവിടണമെന്നുണ്ടെങ്കിൽ അത് ശത്രു രാജ്യങ്ങളോടുള്ള ഇറാൻ്റെ നേരിട്ടുള്ള വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു രാജ്യങ്ങളും യുദ്ധ സമയങ്ങളിൽ തങ്ങളുടെ കയ്യിലുള്ള ആയുധ ശേഖരത്തെക്കുറിച്ചോ അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തുവിടില്ല. അതൊക്കെ തന്നെ അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മറു രാജ്യത്ത് അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം ഇപ്പുറത്തുള്ള രാജ്യത്തിനുണ്ടാവില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇറാൻ തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് വെല്ലുവിളിച്ചിരിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള ആയുധ ശേഖരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളൂവെന്നും അത്യാധുനിക മിസൈലുകളുടെ വൻ ശേഖരം ഭൂഗർഭ നിലയങ്ങളിൽ സജ്ജമാണെന്നും വ്യക്തമാക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB ആണ് ഈ ഭൂഗർഭ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂഗർഭ താവളങ്ങളിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തെന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോഴാണ് വെല്ലുവിളിയായി ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവിട്ടത് ഇറാന്റെ ആയുധ ശേഖരത്തിന്റെ അതായത് മഞ്ഞുമലയുടെ ഒരറ്റം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ അത് മാത്രമാണെന്നാണ് ഇതിലും വലിയ ശേഖരം ഇനിയും വെളിപ്പെടുത്താനുണ്ടെന്നാണ് IRIB റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഇറാന്റെ മിസൈൽ ശേഖരം വലിയ തോതിൽ നശിപ്പിച്ചെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വാദങ്ങളെ ദൃശ്യങ്ങൾ തള്ളിക്കളയുന്നതാണ്. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തെന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോഴാണ് ഇന്ന് ഈ ഒരു വെല്ലുവിളി വന്നിരിക്കുന്നത്. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ IRGC ഇസ്രായേലിനെയും അമേരിക്കയും വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതോടെ ഇറാന്റെ മിസൈൽ ശേഖരം വലിയ തോതിൽ ഇനിയും അവിടെ പല ഭൂഗർഭ അറകളിലായിട്ട് ഇറാന്റെ ഭൂമിയിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഒന്നോ രണ്ടോ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ ഒന്നും തന്നെ ഇറാന്റെ ആയുധ കരുത്തിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ മാരകമായിട്ടുള്ള മിസൈൽ ശേഷി. ഹോർമുസ് കടലിടുക്ക് ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയത്. അമേരിക്കൻ ഭീഷണി നടപ്പിലാക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ ജലവിതരണ ശൃംഖലകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിലെ നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചറുകളെ തകർക്കാൻ തക്ക ശേഷിയുള്ള മിസൈലുകളാണ് തങ്ങളുടെ പക്കലുള്ളതെന്നും ഇറാൻ അവകാശപ്പെട്ടു. മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതയും ഇനി കൂടുതലാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. അമേരിക്കയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മിസൈൽ സജ്ജമാണെന്ന ഇറാന്റെ പ്രഖ്യാപനം ഗൾഫ് മേഖലയെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. കാരണം ഫെബ്രുവരി 28 മുതൽ ഇതിൻ്റെ ബാക്കിയെല്ലാം തന്നെ അനുഭവിക്കുന്നത് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു ഇറാന്റെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതും ഗൾഫ് രാജ്യങ്ങൾക്കും ആശങ്ക ഉയർത്തുന്നതാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ ഊർജിതമായേക്കും. ഹോർമോസ് ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും എന്നാൽ ഇറാൻ മണ്ണിനെ എതിർക്കുന്നവർക്ക് പ്രവേശനമില്ലെന്നും
ഇറാൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരെയുള്ള ഭീഷണിയും ഭീകരതയും രാജ്യത്തെ കൂടുതൽ ഐക്യമുള്ളതാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഹോർമസ് പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് പെസഷ്കിയാന്റെ മറുപടി. ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന മിഥ്യാധാരണ ചരിത്രം രചിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തിയോടുള്ള നിരാശയാണ്. ഭീഷണിയും ഭീകരതയും ഞങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തുകയുള്ളൂ. ഞങ്ങളുടെ മണ്ണിനെ എതിർക്കുന്നവർക്ക് ഒഴികെ മറ്റെല്ലാവർക്കും ഹോർമുസിൽ പ്രവേശനമുണ്ട്. യുദ്ധക്കളത്തിൽ നേരിടുന്ന ഭ്രാന്തമായ ഭീഷണികളെയെല്ലാം ഞങ്ങൾ ശക്തമായി നേരിടുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടുമെന്നും IRGC മുൻപേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായാണ് ഈ മുന്നറിയിപ്പ്. തകർക്കപ്പെടുന്ന ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നത് വരെ കടലിടുക്ക് തുറക്കില്ലെന്ന് തന്നെയാണ് ഇറാൻ സൈനിക കമാൻഡർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 48 മണിക്കൂറായിരുന്നു ട്രംപ് നൽകിയിരുന്ന സമയം. അതിൽ 24 മണിക്കൂർ അവസാനിച്ചിരിക്കുകയാണ്. ശേഷിക്കുന്ന 24 മണിക്കൂർ കൂടി കഴിയുമ്പോൾ എന്താണ് ഇനി ട്രംപ് ഇറാന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തിനടക്കം നേട്ടമാണ്. കാരണം ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാൻ ഇറാൻ തുടക്കത്തിലെ അനുമതി നൽകിയിരുന്നു. ഈ യുദ്ധം ഇപ്പോൾ കേവലം 2 രാജ്യങ്ങളോ 3 രാജ്യങ്ങളോ തമ്മിലുള്ളതല്ല. ഈ യുദ്ധം തന്നെ ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ്. ഇപ്പോഴത്തെ ഈ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന, ബുദ്ധിമുട്ടിലാക്കുന്ന യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിലൊന്നുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചത് തന്നെ ഏതൊക്കെ രാജ്യങ്ങളെ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനി ഇതല്ല, ഇതിനപ്പുറം മറ്റുള്ള ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടം അത് ഇറാൻ തുടർന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു വിപത്തിലേക്കായിരിക്കും ലോകത്തെ നയിക്കുക എന്നുള്ളതാണ് ഏറെ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ യുദ്ധം ഇനിയൊരു സാധാരണ അതിർത്തി സംഘർഷമല്ല. വൈദ്യുതി, വെള്ളം, എണ്ണ, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര സൈനിക സാന്നിധ്യം ഇവയെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമഗ്ര യുദ്ധരൂപത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ പിഴവ് പോലും ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ളതാണ്. ലോകം അതീവ ജാഗ്രതയോടെ നോക്കി നിൽക്കുന്ന ഒരു അപകടകരമായ വഴിത്തിരിവിലാണ് ഇപ്പോൾ ഈ സംഘർഷം. ഇറാനിലെ ആഭ്യന്തര സാഹചര്യങ്ങളും ഈ യുദ്ധത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. കനത്ത സാമ്പത്തിക ഉപരോധങ്ങളും യുദ്ധച്ചെലവുകളും രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുമ്പോഴും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന വിഭാഗങ്ങൾ അധിക സ്വാധീനം ചെലുത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് ആഭ്യന്തര ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ സംഘർഷം കുറയ്ക്കുന്നതിന് പകരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്നും കാണുന്നു.